കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടാൽ താങ്കൾ എന്തു ചെയ്യും? ഒരിക്കൽ പത്രപ്രതിനിധികൾ ലോക കോടീശ്വരന്മാരിൽ ഒരാളായ ഹെൻറി ഫോർഡിനോട് ഉന്നയിച്ച ചോദ്യമാണിത്. ഒരു വലിയ ദീർഘശ്വാസത്തിനു ശേഷം ആത്മവിശ്വാസത്തിലുള്ള ഉത്തരം വെടിയുണ്ട പോലെ തിരിച്ചുവന്നു. അടുത്ത 5 വർഷത്തിനകം അത് മുഴുവൻ ഞാൻ തിരിച്ചുപിടിക്കും. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഭാഗം 2. ഈ വീഡിയോയുടെ 1-ാം ഭാഗം കാണാത്തവർ അതുകൂടി കണ്ട ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായമായ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് നെപ്പോളിയൻ ഹിൽ പറയുന്ന 7-ാമത്തെ വിജയരഹസ്യമാണ്. ഈ രഹസ്യം വെറും സാമ്പത്തിക വിജയത്തെക്കുറിച്ച് മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള നമ്മുടെ കഴിവിനെക്കുറിച്ചും സംസാരിക്കുന്നു. എന്താണ് സ്ഥിരത? സ്ഥിരത എന്നാൽ ലക്ഷ്യത്തിലെത്താൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും പിന്മാറാതെ മുന്നോട്ടു പോകാനുള്ള മാനസികമായ കരുത്താണ്. തടസ്സങ്ങൾ, പരാജയങ്ങൾ, നിരാശകൾ എന്നിവയെ അതിജീവിക്കാനുള്ള നമ്മുടെ കഴിവാണിത്. ഇനി സ്ഥിരതയുടെ പ്രാധാന്യം എന്ത് എന്ന് നോക്കാം. വിജയത്തിന്റെ അടിത്തറയാണ് സ്ഥിരത. സ്ഥിരതയില്ലാതെ ഒരു വിജയവും നേടാൻ കഴിയില്ല. തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത്, പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനും അതിൽ നിന്ന് പഠിക്കാനുമുള്ള ശക്തി സ്ഥിരത നൽകുന്നു. ലക്ഷ്യബോധം നിലനിർത്തുന്നു എന്നതും സ്ഥിരതയുടെ പ്രത്യേകതയാണ്. ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാനും പരിശ്രമം തുടരാനും സ്ഥിരത പ്രചോദനം നൽകുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. തടസ്സങ്ങളെ അതിജീവിക്കുമ്പോൾ ആത്മവിശ്വാസം കൂടുന്നു. സ്ഥിരത വളർത്തിയെടുക്കാനുള്ള വഴികളെക്കുറിച്ച് ഇനി പറയാം. വ്യക്തമായ ലക്ഷ്യങ്ങൾ. എവിടെ എത്തണമെന്ന് വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. അടുത്തതായി ശക്തമായ ആഗ്രഹം. ലക്ഷ്യത്തെക്കുറിച്ചുള്ള തീവ്രമായ ആഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കൃത്യമായ പദ്ധതികളുണ്ടായിരിക്കണം നമുക്ക്. ലക്ഷ്യത്തിലേക്കെത്താനുള്ള ഓരോ ഘട്ടവും ആസൂത്രണം ചെയ്യണം. തടസ്സങ്ങളെ വെല്ലുവിളിയായി കാണുക. പരാജയങ്ങളെ പാഠങ്ങളായി കണ്ട് മുന്നോട്ടു പോവുക. സമാന ചിന്താഗതിക്കാരുമായുള്ള സഹകരണം വളരെ ഗുണം ചെയ്യും. പോസിറ്റീവ് മനോഭാവമുള്ള ആളുകളുമായി സഹകരിക്കുക. മറ്റൊന്ന് ആത്മവിശ്വാസമാണ്. സ്വന്തം കഴിവുകളിൽ എപ്പോഴും നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം. മറ്റൊന്ന് സ്വയം അച്ചടക്കമാണ്. ചിട്ടയായ ജീവിതം നയിക്കുക. പ്രലോഭനങ്ങളെ ഒഴിവാക്കുക. ഇനി സ്ഥിരതയുടെ ശത്രുക്കൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. അതിലൊന്ന് ഭയമാണ്. പരാജയഭീതി, വിമർശനങ്ങൾ, നഷ്ടങ്ങൾ എന്നിവയെ ഭയപ്പെടാതിരിക്കുക. മറ്റൊന്ന് അലസതയാണ്. പ്രവർത്തിക്കാതിരിക്കാനുള്ള പ്രവണത. മറ്റൊന്ന് സംശയമാണ്. സ്വന്തം കഴിവുകളിലും ലക്ഷ്യങ്ങളിലും നിരന്തരം സംശയം തോന്നിക്കൊണ്ടിരിക്കുക എന്നത്. ഇനി സ്ഥിരതയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നത്. സ്വന്തം ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. അടുത്തത് പരാജയഭീതിയാണ്. പരാജയങ്ങളെ ഒരു പാഠമായി കാണുക. മുന്നോട്ടു പോകാനുള്ള പ്രചോദനമായി എടുക്കുക. ഇനി സ്ഥിരതയുടെ ശക്തി എന്താണെന്ന് നോക്കാം. സ്ഥിരതയുള്ളവർ ലക്ഷ്യത്തിലെത്തുന്നതുവരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അവർ തടസ്സങ്ങളെയും പരാജയങ്ങളെയും ഒരു വെല്ലുവിളിയായി കാണുന്നു. സ്ഥിരത വളർത്തിയെടുക്കാൻ സ്വയം അച്ചടക്കവും ആത്മവിശ്വാസവും അനിവാര്യമാണ്. വിജയത്തിലേക്കുള്ള പാതയിൽ സ്ഥിരത ഒരു അമൂല്യമായ ഗുണമാണ്. തടസ്സങ്ങളെ അതിജീവിക്കാനും ലക്ഷ്യത്തിലെത്താനും സ്ഥിരത നമ്മെ സഹായിക്കും. സ്വർണ്ണഖനന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി സ്വർണം കണ്ടെത്താനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ഒരു സ്ഥലത്ത് ഖനനം ആരംഭിക്കുന്നു. അദ്ദേഹം വളരെ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് സ്വർണം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അദ്ദേഹം വളരെയധികം ക്ഷീണിക്കുകയും നിരാശനാവുകയും ചെയ്യുന്നു. സ്വർണം കണ്ടെത്താനുള്ള സാധ്യത കുറവാണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അതിനാൽ അദ്ദേഹം ഖനനം അവസാനിപ്പിച്ച് ആ സ്ഥലം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം ഖനനം ഉപേക്ഷിച്ച് പോയതിനു ശേഷം ആ സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കുന്നു. പുതിയ ഉടമ ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് ആ സ്ഥലം പരിശോധിക്കുന്നു. എഞ്ചിനീയർ പരിശോധിച്ചതിന് ശേഷം പറയുന്നു, വളരെ ആഴത്തിൽ സ്വർണ്ണശേഖരമുണ്ട്. കുറച്ചുകൂടി ആഴത്തിൽ ഖനനം ചെയ്തിരുന്നെങ്കിൽ പഴയ ഉടമയ്ക്ക് സ്വർണം കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. പുതിയ ഉടമ ആ വാക്കുകൾ വിശ്വസിക്കുകയും ഖനനം തുടരുകയും ചെയ്യുന്നു. അവിശ്വസനീയമെന്ന് പറയട്ടെ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർ വലിയൊരു സ്വർണ്ണശേഖരം കണ്ടെത്തുന്നു. ഈ കഥയിലൂടെ
നെപ്പോളിയൻ ഹിൽ സ്ഥിരതയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ലക്ഷ്യത്തിലെത്താൻ അടുത്തെത്തുമ്പോൾ പിന്മാറുന്നത് എത്ര വലിയ നഷ്ടമാണെന്ന് ഈ കഥ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കഥയിൽ നിന്ന് പ്രധാനമായി ലഭിക്കുന്ന പാഠങ്ങൾ ഇനി പറയാം. സ്ഥിരതയുടെ മൂല്യം. ലക്ഷ്യത്തിലെത്താൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും പിന്മാറാതെ മുന്നോട്ടു പോകാനുള്ള മാനസികമായ കരുത്തുണ്ടാകണം. അടുത്തത് ലക്ഷ്യം ഉപേക്ഷിക്കാതിരിക്കുക എന്നതാണ്. ലക്ഷ്യത്തിലെത്താൻ അടുത്തെത്തുമ്പോൾ ഉപേക്ഷിക്കുന്നത് വലിയ നഷ്ടത്തിന് കാരണമാകും. മറ്റൊന്ന് വിശ്വാസം നിലനിർത്തുക എന്നതാണ്. ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. വിജയം പെട്ടെന്ന് ലഭിക്കണമെന്നില്ല, ക്ഷമയോടെ കാത്തിരിക്കുക. അവസാനം വരെ ശ്രമിക്കുക. ലക്ഷ്യം നേടുന്നതുവരെ ശ്രമം തുടരുക. ഒരു ദിവസം നിങ്ങൾ ലക്ഷ്യത്തിലെത്തിച്ചേരുക തന്നെ ചെയ്യും. ഓട്ടോ സജഷൻ അഥവാ സ്വയം നിർദ്ദേശമെന്ന അത്ഭുത പ്രതിഭാസത്തിനെ വിജയത്തിന്റെ 8ാമത്തെ രഹസ്യത്തിൽ ഉൾപ്പെടുത്തുകയാണ് നെപ്പോളിയൻ ഹിൽ. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ മാറ്റാനുള്ള മാന്ത്രിക വിദ്യയാണ് സ്വയം നിർദ്ദേശമെന്നത്. നമ്മുടെ മനസ്സിനെ നമുക്ക് അനുകൂലമായി മാറ്റാനുള്ള ഒരു ശക്തമായ ഉപാധിയാണ് ഓട്ടോ സജഷൻസ്. നമ്മൾ നമ്മളോട് തന്നെ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് അത് വിശ്വസിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങുന്നു. ഇത് നമ്മുടെ ചിന്തകളെയും സ്വഭാവത്തെയും പോസിറ്റീവായി സ്വാധീനിക്കുന്നു. സ്വയം നിർദ്ദേശത്തിന്റെ ശക്തി എന്താണെന്ന് നോക്കാം. അതിലൊന്ന് ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ്. സ്വയം നിർദ്ദേശത്തിലൂടെ നമുക്ക് ഈ മനസ്സിനെ പോസിറ്റീവായി പ്രോഗ്രാം ചെയ്യാൻ കഴിയും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കാനും ലക്ഷ്യങ്ങൾ നേടാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സ്വയം നിർദ്ദേശം സഹായിക്കുന്നു. നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കുന്നു. നെഗറ്റീവ് ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തും. സ്വയം നിർദ്ദേശത്തിലൂടെ നമുക്ക് ഈ ചിന്തകളെ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റാൻ സാധിക്കും. ലക്ഷ്യം നേടാൻ സഹായിക്കുന്നു. നമ്മുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവ നേടാനുള്ള പ്രചോദനം നിലനിർത്താനും സ്വയം നിർദ്ദേശം സഹായിക്കുന്നു. മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. സ്വയം നിർദ്ദേശം സമ്മർദ്ദം കുറയ്ക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇനി സ്വയം നിർദ്ദേശം എങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുക. എന്താണ് നേടേണ്ടതെന്ന് വ്യക്തമായി അറിയുക. പോസിറ്റീവ് പ്രസ്താവനകൾ തയ്യാറാക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് പ്രസ്താവനകൾ തയ്യാറാക്കി വയ്ക്കുക. ഈ പ്രസ്താവനകൾ ദിവസവും പലതവണ ആവർത്തിക്കുക. രാവിലെയും ഉറങ്ങുന്നതിനു മുൻപും പറയാൻ ശ്രമിക്കുക. അടുത്തത് ദൃശ്യവൽക്കരിക്കുക അഥവാ വിഷ്വലൈസ് ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയതായി സങ്കല്പിക്കുക. ഇത് കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കും. വിശ്വസിക്കുക. നിങ്ങളുടെ പ്രസ്താവനകളിൽ പൂർണ്ണമായും വിശ്വസിക്കുക. സംശയമില്ലാതെ വിശ്വസിക്കുക. സ്ഥിരത പാലിക്കുക. ദിവസവും ഇത് പരിശീലിക്കുക. ഒരു കാലയളവിന് ശേഷം ഫലം കാണാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. പോസിറ്റീവ് ഭാഷ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. നെഗറ്റീവ് പ്രസ്താവനകൾ ഒഴിവാക്കണം. നല്ല വാക്കുകൾ മാത്രം പ്രയോഗിക്കുക. ലളിതമായ പ്രസ്താവനയായിരിക്കണം തയ്യാറാക്കേണ്ടത്. മനസ്സിലാക്കാൻ എളുപ്പമുള്ള പ്രസ്താവനകൾ ഉപയോഗിക്കുക. വികാരങ്ങൾ ചേർക്കുക. പ്രസ്താവനകൾ പറയുമ്പോൾ വികാരങ്ങൾ ചേർക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കും. സ്വയം നിർദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ഉപകരണമാണ്. ഇത് ശരിയായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ, നിങ്ങൾ എന്ത് നിർദ്ദേശിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ദ പവർ ഓഫ് ദ മാസ്റ്റർ മൈൻഡ് എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നതാണ് വിജയിക്കാനുള്ള 9ാമത്തെ രഹസ്യമായി നെപ്പോളിയൻ ഹിൽ പറയുന്നത്. വിജയത്തിലേക്കുള്ള പാതയിൽ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിന്റെ അനിവാര്യതയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വ്യക്തിഗത കഴിവിനപ്പുറം കൂട്ടായ പ്രവർത്തനത്തിന്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ചാണ് ഈ അധ്യായം പറയുന്നത്. എന്താണ് മാസ്റ്റർ മൈൻഡ്? ലളിതമായി പറഞ്ഞാൽ ഒരു പൊതുലക്ഷ്യത്തിനായി ഒത്തുചേരുന്ന 2ഓ അതിലധികമോ വ്യക്തികളുടെ കൂട്ടായ്മയാണ് മാസ്റ്റർ മൈൻഡ്. ഈ കൂട്ടായ്മ ഓരോ വ്യക്തികളുടെയും കഴിവിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ ഊർജം സൃഷ്ടിക്കുന്നു. ഇതൊരു സിംഫണി പോലെയാണ്. ഓരോ സംഗീതോപകരണവും അതിൻ്റെതായ പങ്ക് വഹിക്കുമ്പോൾ അതിൽ നിന്നും പുറത്തുവരുന്ന സംഗീതം ഓരോന്നിന്റെയും കഴിവിനപ്പുറം മനോഹരമാകുന്നു. മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിന്റെ പ്രാധാന്യം എന്താണെന്ന് ഇനി പറയാം. കൂട്ടായ ബുദ്ധിയും അറിവും. അതായത് വിവിധ വ്യക്തികളുടെ അറിവും അനുഭവങ്ങളും ഒത്തുചേരുമ്പോൾ അത് പുതിയ ആശയങ്ങളുടെയും പരിഹാരങ്ങളുടെയും ഒരു കലവറയായി മാറുന്നു.
വേഗത്തിലുള്ള ലക്ഷ്യപ്രാപ്തി. ഒരു കൂട്ടം ആളുകൾ ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നു. പ്രചോദനവും പിന്തുണയും. പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയുടെയും ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. വിജയകരമായ പദ്ധതികൾ. കൂട്ടായ ചർച്ചകളിലൂടെ മികച്ച പദ്ധതികൾ രൂപീകരിക്കാനും നടപ്പിലാക്കാനും സാധിക്കുന്നു. പരിമിതികളെ മറികടക്കുന്നു. ഓരോ വ്യക്തിയുടെയും പരിമിതികളെ മറികടക്കാൻ പരസ്പരം സഹായിക്കുന്നു. മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് എങ്ങനെ രൂപീകരിക്കാമെന്ന് ഇനി നോക്കാം. സമാന ചിന്താഗതിക്കാരായവരെ തിരഞ്ഞെടുക്കുക. ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർവചിക്കുക. ആശയങ്ങൾ പങ്കുവയ്ക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും പതിവായി കൂടിക്കാഴ്ചകൾ നടത്തുക. പരസ്പരം ആശയങ്ങൾ തുറന്ന് പങ്കുവയ്ക്കുക. ഓരോരുത്തരും പരസ്പരം പിന്തുണയ്ക്കുക. അംഗങ്ങൾ തമ്മിൽ പരസ്പരം വിശ്വാസ്യതയും ആദരവും ഉണ്ടായിരിക്കണം. വ്യക്തിഗതമായി നേടാൻ സാധിക്കാത്ത വലിയ ലക്ഷ്യങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേടാം. കൂട്ടായ പ്രവർത്തനം വിജയത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കുന്നു. തോമസ് എഡിസൺ തന്റെ കണ്ടുപിടുത്തങ്ങൾക്കായി ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുമായി സഹകരിച്ചു. ഹെൻറി ഫോർഡ് തന്റെ ഓട്ടോമൊബൈൽ കമ്പനിയിൽ ഒരു കൂട്ടം വിദഗ്ധരുമായി പ്രവർത്തിച്ചു. മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനാകും. മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലൂടെ കൂട്ടായ വിജയത്തിന്റെ അനന്തമായ സാധ്യതകൾ കണ്ടെത്തുക. പോളണ്ടിലെ വാഴ്സയിൽ മരിയ സ്ലൗഡോസ്ക എന്ന പെൺകുട്ടി ജനിച്ചു. പഠനത്തിൽ അതീവ മിടുക്കിയായിരുന്നെങ്കിലും അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ അവളെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്നും അകറ്റി നിർത്തി. എങ്കിലും ശാസ്ത്രത്തോടുള്ള അവളുടെ അഭിനിവേശം ഒട്ടും കുറഞ്ഞില്ല. സ്വപ്നങ്ങളെ പിന്തുടർന്ന് അവൾ പാരീസിലേക്ക് യാത്രയായി. അവിടെ വെച്ചാണ് ഭൗതിക ശാസ്ത്രജ്ഞനായ പിയറി ക്യൂറിയെ അവൾ കണ്ടുമുട്ടുന്നത്. അവരുടെ കണ്ടുമുട്ടൽ ശാസ്ത്രലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു മഹാസംഭവത്തിന്റെ തുടക്കമായിരുന്നു. ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും പരസ്പരമുള്ള ബഹുമാനവും അവരെ കൂടുതൽ അടുപ്പിച്ചു. 1895 അവർ വിവാഹിതരായി. അക്കാലത്ത് ഹെൻറി ബെക്കോൾ കണ്ടെത്തിയ യുറേനിയത്തിന്റെ വികിരണങ്ങളെക്കുറിച്ച് മരിയ പഠനം നടത്തുകയായിരുന്നു. പിയറി ക്യൂറിയും അവളുടെ ഗവേഷണത്തിൽ പങ്കുചേർന്നു. ആധുനിക സൗകര്യങ്ങളില്ലാത്ത ഒരു ചെറിയ ലബോറട്ടറിയിലായിരുന്നു അവരുടെ പരീക്ഷണങ്ങൾ. എന്നിട്ടും അവരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ പ്രതിബന്ധങ്ങൾ വഴിമാറി. ഒരുമിച്ചുള്ള കഠിനാധ്വാനത്തിലൂടെ അവർ പൊളോണിയം, റേഡിയം എന്നീ പുതിയ മൂലകങ്ങൾ കണ്ടെത്തി. റേഡിയത്തിന്റെ റേഡിയോ ആക്ടിവിറ്റി ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കാമെന്ന് അവർ കണ്ടെത്തി. ഈ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചു. 2 വ്യത്യസ്ത മേഖലകളിൽ നോബൽ സമ്മാനം ലഭിച്ച ഏക വ്യക്തിയാണ് മേരി ക്യൂറി. മേരി ക്യൂറിയുടെയും പിയറി ക്യൂറിയുടെയും ജീവിതം സ്നേഹത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഇരട്ട വഴികളായിരുന്നു. പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് അവർ ശാസ്ത്രലോകത്തിന് നൽകിയ സംഭാവനകൾ അനശ്വരമാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരു കൂട്ടുകെട്ടുണ്ടാക്കണം. സമാന മേഖലകളിൽ അറിവുള്ളവരും കഴിവുള്ളവരും സഹകരിക്കാൻ താൽപ്പര്യമുള്ളവരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്. അതാണ് ദ പവർ ഓഫ് മാസ്റ്റർ മൈൻഡ്. അധികമാരും ചർച്ച ചെയ്യാത്തതും അഥവാ ചർച്ച ചെയ്യാൻ മടിക്കുന്നതുമായ ലൈംഗിക ഊർജത്തിന്റെ പരിവർത്തനം, ദ മിസ്റ്ററി ഓഫ് സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന എന്തും നേടിയെടുക്കാനുള്ള ഊർജമായി നെപ്പോളിയൻ ഹിൽ തന്റെ 10ാമത്തെ രഹസ്യമായി തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നു. ലൈംഗിക ഊർജത്തിന്റെ രഹസ്യം വെറും ശാരീരികമായ ഊർജത്തെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യന്റെ മാനസികവും സർഗാത്മകവുമായ സാധ്യതകളെക്കുറിച്ചും സംസാരിക്കുന്നു. ലൈംഗിക ഊർജം മനുഷ്യന്റെ ഏറ്റവും ശക്തമായ പ്രചോദനങ്ങളിലൊന്നാണ്. ഈ ഊർജം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് സർഗാത്മകമായ ശക്തിയായി മാറ്റാൻ സാധിക്കും. ലൈംഗിക ഊർജം ശരിയായ ദിശയിലേക്ക് നയിക്കുമ്പോൾ അത് മനുഷ്യന്റെ സർഗാത്മകമായ കഴിവിനെ വർദ്ധിപ്പിക്കുന്നു. പ്രചോദനത്തിന്റെ ഉറവിടം. ലൈംഗിക ഊർജം സർഗാത്മകമായ ചിന്തകൾക്ക് പ്രചോദനം നൽകുന്നു. ഊർജത്തിന്റെ പരിവർത്തനം ലൈംഗിക ഊർജം സർഗാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുന്നു. ബന്ധങ്ങളുടെ ശക്തി. സ്നേഹബന്ധങ്ങൾ സർഗാത്മകമായ ചിന്തകൾക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കുന്നു. ലൈംഗിക ഊർജം പരിവർത്തനം ചെയ്യാനുള്ള വഴികൾ ഇനി പറയാം. സർഗാത്മകതയുടെ പാതകൾ. എഴുത്ത്, ചിത്രകല, സംഗീതം, കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയ സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ലൈംഗിക ഊർജം ഉപയോഗിക്കുക. പോസിറ്റീവ് ചിന്തകൾ. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കുക. ലൈംഗിക ഊർജം നിയന്ത്രിക്കാൻ പഠിക്കുക. ശാരീരിക വ്യായാമം ലൈംഗിക ഊർജം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ധ്യാനം പരിശീലിക്കുക. ശാന്തമായ സംഗീതം കേൾക്കുന്നത് മനസ്സിനെ പോസിറ്റീവാക്കുന്നു.
ലൈംഗിക ഊർജ്ജം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മനുഷ്യന്റെ സർഗാത്മകമായ കഴിവിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇത് മനുഷ്യന്റെ മനസ്സിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയും സർഗാത്മകമായ ചിന്തകൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യും. ലൈംഗിക ഊർജ്ജം ശരിയായ ദിശയിലേക്ക് നയിക്കുമ്പോൾ അത് മനുഷ്യന്റെ ലക്ഷ്യങ്ങൾ നേടാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കുന്നു. ലൈംഗിക ഊർജ്ജം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിലൂടെ വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. നെപ്പോളിയൻ ഹിൽ ഈ അധ്യായത്തിൽ ലൈംഗിക ഊർജ്ജം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിലൂടെ മനുഷ്യന്റെ സർഗാത്മകമായ കഴിവിനെ വർദ്ധിപ്പിക്കാനും ലക്ഷ്യങ്ങൾ നേടാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സാധിക്കുമെന്ന് വ്യക്തമാക്കുന്നു. ഈ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിലൂടെ മനുഷ്യന് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. മസ്തിഷ്കം 6 വഴികളിലൂടെ ചിന്തിക്കുക. ദ ബ്രെയിൻ 6 വേസ് ടു തിങ്ക്. വളരെ എഫക്റ്റീവായ 11ാമത്തെ രഹസ്യമായി തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ പറയുന്നു. ചിന്തയുടെ 6 കവാടങ്ങൾ വിജയത്തിലേക്കുള്ള മനസ്സിന്റെ യാത്ര ആരംഭിക്കുന്നു. മനുഷ്യ മസ്തിഷ്കത്തിന് ചിന്തിക്കാനുള്ള 6 വ്യത്യസ്ത വഴികളെക്കുറിച്ച് ഹിൽ ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നു. ഈ 6 വഴികളും ശരിയായ രീതിയിൽ പ്രയോഗിച്ചാൽ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നേടിയെടുക്കാൻ സാധിക്കും. 1. ഭാവനയുടെ ലോകം. പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യങ്ങൾ ദൃശ്യവൽക്കരിക്കാനും ഭാവന ഉപയോഗപ്പെടുത്തുക. ഭാവനയുടെ ചിറകിലേറി സ്വപ്നങ്ങളുടെ ലോകത്ത് സഞ്ചരിക്കുക. 2. നിർദ്ദേശങ്ങളുടെ ശക്തി. മറ്റുള്ളവരുടെ പോസിറ്റീവ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. വിജയത്തിലേക്ക് നയിക്കുന്ന വാക്കുകൾ ചെവിയോർക്കുക. സ്വയം നിർദ്ദേശത്തിന്റെ മാന്ത്രികത. ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവ് ചിന്തകൾ സ്വയം നൽകുക. ആത്മവിശ്വാസത്തിന്റെ മന്ത്രങ്ങൾ ഉരുവിടുക. അനുഭവങ്ങളുടെ പാഠശാല. മുൻകാല അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക. പരാജയങ്ങളിൽ നിന്നും വിജയത്തിലേക്ക് കുതിക്കുക. അടുത്തത് കാരണത്തിന്റെയും ഫലത്തിന്റെയും നിയമം. ഓരോ പ്രവർത്തനത്തിനും ഓരോ കാരണവും ഫലവും ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കുക. വിവേകത്തോടെ പ്രവർത്തിച്ച് വിജയം നേടുക. മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. ചിന്തകളുടെ സ്വാധീനം ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നു. ചിന്തകൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. പോസിറ്റീവ് ചിന്തകൾ വിജയത്തിലേക്ക് നയിക്കുന്നു. അതേസമയം നെഗറ്റീവ് ചിന്തകൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ചിന്തകളെ നിയന്ത്രിക്കാനും പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കാനും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിന്തകളെ നിയന്ത്രിക്കാനുള്ള വഴികൾ മനസ്സിനെ മെരുക്കിയെടുക്കുന്നതിലൂടെ സാധിക്കും. പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കുക. ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തടസ്സങ്ങളെ അവഗണിക്കുകയും മുന്നോട്ട് കുതിക്കുകയും ചെയ്യുക. നെഗറ്റീവ് ചിന്തകളെ വേരോടെ പിഴുതെറിയുക. അടുത്തത് ധ്യാനത്തിന്റെ ശാന്തത. ധ്യാനം ഓരോ ചിന്തയും ഓരോ തരംഗമായി പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നുവെന്ന് ഹിൽ പറയുന്നു. പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവ് തരംഗങ്ങളും നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് തരംഗങ്ങളും സൃഷ്ടിക്കുന്നു. ഈ തരംഗങ്ങൾ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുകയും സമാനമായ തരംഗങ്ങളെ ആകർഷിക്കുകയും ചെയ്യുന്നു. മസ്തിഷ്കം ചിന്തകളുടെ പ്രക്ഷേപണ കേന്ദ്രം. മനുഷ്യന്റെ മസ്തിഷ്കം ഒരു പ്രക്ഷേപണ സ്റ്റേഷൻ പോലെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ചിന്തകൾ ഈ സ്റ്റേഷനിൽ നിന്നും പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. നമ്മുടെ ചിന്തകളുടെ ഗുണനിലവാരം നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നു. ചിന്തകളുടെ ആകർഷണ നിയമം സമാനമായതിനെ ആകർഷിക്കുന്നു. നമ്മുടെ ചിന്തകൾക്ക് സമാനമായ കാര്യങ്ങളെ ആകർഷിക്കാൻ കഴിയും. പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവ് സാഹചര്യങ്ങളെയും നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് സാഹചര്യങ്ങളെയും ആകർഷിക്കുന്നു. അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഉപബോധ മനസ്സിനെ നിയന്ത്രിച്ച് എങ്ങനെ വിജയത്തിലെത്തിക്കാമെന്ന് കുറച്ചുകൂടി വിശദീകരിക്കുകയാണ് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന 12ാമത്തെ രഹസ്യത്തിലൂടെ നെപ്പോളിയൻ ഹിൽ ചെയ്യുന്നത്. ഉപബോധ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള ചില മാർഗങ്ങൾ താഴെ നൽകുന്നു. ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി നിർവചിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുക. ലക്ഷ്യങ്ങൾ നേടുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. 2. പോസിറ്റീവ് ചിന്തകൾ. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക. പോസിറ്റീവ് ചിന്തകൾ ശീലമാക്കുക. പോസിറ്റീവ് ചിന്തകൾ നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുക. പോസിറ്റീവ് ചിന്താഗതിക്കാരായ ആളുകളുമായി ഇടപഴകുക. 3. സ്വയം നിർദ്ദേശം. നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് പ്രസ്താവനകൾ തയ്യാറാക്കുക. ഈ പ്രസ്താവനകൾ ദിവസവും പലതവണ ആവർത്തിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയതായി സങ്കല്പിക്കുക. നിങ്ങളുടെ പ്രസ്താവനകളിൽ പൂർണ്ണമായും വിശ്വസിക്കുക. 4. ദൃശ്യവൽക്കരണം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയതായി സങ്കല്പിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം അനുഭവിക്കുക. ദിവസവും കുറച്ച് സമയം ദൃശ്യവൽക്കരണത്തിനായി മാറ്റിവെക്കുക. 5. ധ്യാനം. ധ്യാനം ചെയ്യുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും. ദിവസവും കുറച്ച് സമയം ധ്യാനത്തിനായി മാറ്റിവെക്കുക. 6. കൃതജ്ഞത. നിങ്ങൾക്ക് ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയുക.
കൃതജ്ഞതയുള്ള ഒരു മനസ്സ് പോസിറ്റീവ് ചിന്തകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 7. സ്ഥിരത. ഈ മാർഗങ്ങൾ സ്ഥിരമായി പരിശീലിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. ഉപബോധ മനസ്സ് മാറുവാൻ സമയമെടുക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പൂർണ്ണമായും വിശ്വാസമുണ്ടായിരിക്കണമെന്നതാണ്. നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരിക്കണം. തളരാതെ ശ്രമിക്കുക. ഈ മാർഗങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിയന്ത്രിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കും. നെപ്പോളിയൻ ഹില്ലിന്റെ ചിന്തിക്കുക, സമ്പന്നനാകുക, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ 6ാമത്തെ ഇന്ദ്രിയം ദ സിക്സ്ത് സെൻസ് എങ്ങനെ ഫലപ്രദമായി വികസിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വ്യക്തമായി പറയുന്നു. ഇതാണ് നെപ്പോളിയൻ ഹിൽ പറയുന്ന വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ. 13ാമത്തെ രഹസ്യം. എന്താണ് 6ാമത്തെ ഇന്ദ്രിയം? 6ാമത്തെ ഇന്ദ്രിയം എന്നത് മനുഷ്യന്റെ അവബോധമാണ്. ഇത് യുക്തിക്കും ചിന്തകൾക്കും അപ്പുറത്തുള്ള ഒരു ഉൾക്കാഴ്ചയാണ്. ഇത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും അപകടങ്ങളെ മുൻകൂട്ടി കാണാനും സഹായിക്കുന്നു. ഇതൊരു ജ്ഞാനമാണ്. ഇത് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നും ലഭിക്കുന്ന ഉൾക്കാഴ്ചയാണ്. 6ാമത്തെ ഇന്ദ്രിയത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. വിജയിച്ച ആളുകൾ 6ാമത്തെ ഇന്ദ്രിയം ഉപയോഗിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത് അപകടങ്ങളെ മുൻകൂട്ടി കാണാനും തടസ്സങ്ങളെ തരണം ചെയ്യാനും സഹായിക്കും. 6ാമത്തെ ഇന്ദ്രിയം ശരിയായ ദിശയിലേക്ക് നമ്മെ നയിക്കുന്ന ശക്തിയാണ്. 6ാമത്തെ ഇന്ദ്രിയം ഉപയോഗിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. വരാനിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സഹായിക്കുന്നു. ഉപബോധ മനസ്സുമായി സംവദിക്കാനും ഇത് സഹായിക്കുന്നു. ധ്യാനം ചെയ്യുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇത് ഉൾക്കാഴ്ചകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 6ാമത്തെ ഇന്ദ്രിയത്തിന്റെ ശക്തി വികസിപ്പിക്കാൻ ഇത് വളരെയധികം സഹായകരമാകും. ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. നിങ്ങളുടെ ശരീരവും മനസ്സും നൽകുന്ന സൂചനകൾ ശ്രദ്ധിക്കുക. സ്വപ്നങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ സ്വപ്നങ്ങൾ ഭാവിയിലെ സംഭവങ്ങളെക്കുറിച്ചോ ഉൾക്കാഴ്ചകളോ നൽകിയേക്കാം. ചിലപ്പോൾ വളരെ ചെറിയ സൂചനകളിൽ നിന്നായിരിക്കാം വലിയ ഉൾക്കാഴ്ചകൾ ലഭിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉൾക്കാഴ്ചകൾ ലഭിച്ചാൽ അതിൽ വിശ്വസിക്കാൻ ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ തുറക്കാൻ സഹായിക്കും. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ശാന്തമായ മനസ്സിൽ നിന്നായിരിക്കും കൂടുതൽ ഉൾക്കാഴ്ചകൾ ലഭിക്കുക. നിങ്ങളുടെ ശക്തിയും ബലഹീനതയും അറിയുക. അത് നിങ്ങളുടെ ഉൾക്കാഴ്ചകളെ കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കും. 6ാം ഇന്ദ്രിയം എന്നത് വ്യക്തിപരമായ അനുഭവമാണ്. ഓരോ വ്യക്തിക്കും ഇത് വ്യത്യസ്ത രീതിയിൽ അനുഭവപ്പെടാം. പ്രിയമുള്ളവരെ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലൂടെ നെപ്പോളിയൻ ഹിൽ വിവരിക്കുന്ന 13 രഹസ്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് കേട്ടതുകൊണ്ട് മാത്രം നിങ്ങൾ വിജയിക്കുകയില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പരിശീലിച്ച് പ്രവർത്തിക്കുക. എല്ലാവർക്കും വിജയം നേരുന്നു.